പതിനായിരക്കണക്കിന് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരുമെല്ലാം വരുന്ന സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഈ ഭാഗത്ത് ഒന്നിലധികം ക്യാൻറ്റീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് പേർ ഇപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഈ LPG പ്രതിസന്ധി എങ്ങനെ ബാധിച്ചിട്ടുണ്ട്? ഇതൊരു സഹകരണ സ്ഥാപനമാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള വളരെ വില കുറച്ച് ആഹാരങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനവും കൂടെയാണ്. ഇപ്പോൾ നിലവിൽ പുറത്തുള്ള കടകൾ പൂട്ടിയ സ്ഥിതിക്ക് എല്ലാവരും ഇവിടെയാണ് ആശ്രയിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ദിവസം എത്ര ഗ്യാസ് സിലിണ്ടറിൻ്റെ ആവശ്യമുണ്ട്? നമുക്ക് ഒരു ദിവസം ഒരു ഷിഫ്റ്റിൽ തന്നെ 3-4 ഗ്യാസിൻ്റെ ആവശ്യമുണ്ട്. കാര്യം അത്രമാത്രം പൊതുജനങ്ങളാണ് വന്നു പോകുന്ന രോഗികളും കൂട്ടിരിപ്പുകാരുമായിട്ടും പുറത്തുള്ള ആൾക്കാരും വില കുറവായതുകൊണ്ട് തന്നെ ക്യാൻറ്റീനെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ വിറകും ഗ്യാസും കൂടെ നമ്മൾ മിക്സഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പോഴും അടയ്ക്കാതെ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഒരു കൊമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടർ നിർത്തിവെച്ചിട്ട് 3 ദിവസമായി. അപ്പോൾ നമ്മൾ ഇരുന്ന സ്റ്റോക്ക് വെച്ചാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. പല ഭക്ഷണ സാധനങ്ങളും ഗ്യാസിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അതായത് മസാല ദോശ, പൂരി, ഈ 2 സാധനങ്ങൾ. ബാക്കി ചോറെല്ലാം നമ്മൾ അടുപ്പിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഗ്യാസ് എന്ന് പറയുന്നത് നിർത്തിവെക്കാൻ പറ്റുന്ന സംഭവമല്ല. ഒരു മുൻകരുതലുണ്ട്, പൂട്ടിപ്പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് വിറക്. പൂട്ടിപ്പോകുന്ന സ്ഥിതി ഈ ക്യാൻറ്റീനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം രോഗികളാണല്ലോ വരുന്നത്. അപ്പോൾ എന്ത് പ്രതിസന്ധിയിൽ ഈ തൊഴിലാളികൾ ഇതിനു വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ. ഇതൊരു സഹകരണ സംഘത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ക്യാൻറ്റീനാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് പരിസരത്ത് എത്തുന്ന ഓരോരുത്തരും ഈ ക്യാൻറ്റീനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്യാസ് സിലിണ്ടർ മാത്രമല്ല, ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്, പലതും ഒഴിഞ്ഞിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ മാത്രമല്ല, വിറകടുപ്പ് കൂടി ഇവർ പ്രധാനമായും ആശ്രയിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം ഇന്നിപ്പോൾ നടന്നു പോവുകയും ചെയ്യുന്നത്. ഇതിപ്പം ചപ്പാത്തിയും പൂരിയെല്ലാം ഒരു വശത്ത്, പൊറോട്ട എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഗ്യാസിലാണ്. അതുപോലെ ചില ഉച്ചയ്ക്ക് മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതൊക്കെ ഗ്യാസ് അടുപ്പിലാണ്. പക്ഷേ വിറകടുപ്പിൽ ചെയ്യേണ്ട ചില ഭക്ഷണ സാധനങ്ങളെല്ലാം വിറകടുപ്പിൽ തന്നെ ചെയ്യുന്നു. ഇതിപ്പം എന്താണ് വിറകിൽ പാകം ചെയ്യുന്നത്? കറികൾ, ബിരിയാണി, ചോറ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇതൊന്നും നമുക്ക് ഗ്യാസിന് മുമ്പും വിറകിൽ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്? വിറകിൽ ചെയ്യുന്നതും കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇപ്പോഴും തുടർന്ന് ഈ പൊതുജനങ്ങൾക്ക് ഈ സേവനം നഷ്ടപ്പെടാതിരിക്കുന്നത്. 1957 മുതൽ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതാണ്. അപ്പോഴും തന്നെ ഇവർ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട ആൾക്കാരായതുകൊണ്ട് ഇങ്ങനൊരു പ്രതിസന്ധി വന്നപ്പോഴും നമുക്ക് പൂട്ടേണ്ട ഒരു സ്ഥിതി വരുന്നില്ല. ഉച്ച ഊണ് എത്ര രൂപയ്ക്കാണ് ഇവിടുന്ന് കൊടുക്കുന്നത്? പൊതുജനങ്ങൾക്ക് 60, സ്റ്റാഫിന് 35. സ്റ്റാഫിന് സബ്സിഡി ഉണ്ട്. പൊതുജനങ്ങൾക്കും പുറത്തുള്ള വിലയേക്കാളും കുറച്ചാണ് ഒരു സഹകരണ സ്ഥാപനം ആയതുകൊണ്ട് ഞങ്ങൾ നൽകി പോകുന്നത്. ജീവനക്കാരെ, തൊഴിലാളികളെ ബാധിക്കുമെന്നുള്ളൊരു പേടി ഒന്നും തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും. കാരണം നമ്മൾ വേറെ കുറേ ഗ്യാസിലൊക്കെയാണ് ഞങ്ങളുടെ 100-ഓളം ജീവനക്കാരെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതമാർഗവും മുട്ടുമെന്നുള്ളൊരു ഭയം നമുക്കുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എത്ര തൊഴിലാളികൾ ഇവിടെ ആകുള്ളത്? 80 നമുക്ക് അടച്ചുള്ള സാഹചര്യമില്ല. കാരണം കൂടുതലും രോഗികളും വരുന്നത്. അപ്പോൾ നമുക്ക് അടയ്ക്കാനുള്ള സാഹചര്യമില്ല. അങ്ങനെയെങ്കിലും മാക്സിമം നമ്മൾ വിറകില്ലെങ്കിൽ നമ്മൾ ഓട്ടിക്കും. ഗ്യാസ് പൂർണ്ണമായി നിന്ന് പോയി കഴിഞ്ഞാൽ വിറക് കൂടുതൽ എത്തിക്കാനുള്ള എന്തെങ്കിലും ആലോചന തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, വിറക് നമുക്ക് ഓൾറെഡി തരുന്ന സഫിഷ്യൻ്റായിട്ട് നമ്മൾ ടൺ കണക്കിന് ഉള്ളപ്പോൾ തന്നെ അത് ഇറക്കി വരുന്നുണ്ട്. അതുകൊണ്ട് വിറകിൻ്റെ ഒരു ക്ഷാമം വരുന്നില്ല. പക്ഷേ വിറകല്ലല്ലോ പ്രധാനമായിട്ടും ഗ്യാസ് എന്ന് പറയുന്ന ചെറിയ ഒരു പദ്ധതിയല്ല നമ്മളെ സംബന്ധിച്ച്. മെഡിക്കൽ കോളേജ് പരിസരത്ത് ഈ ക്യാൻറ്റീൻ എന്ന് പറയുന്നത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. എങ്ങനെ ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ഭയമുണ്ടോ? തീർച്ചയായിട്ടും ഭയമുണ്ട്. തീർച്ചയായും ഭയമുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണോ? ഇവിടെ വരുമ്പോഴെല്ലാം ഇവിടെ കഴിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവും, എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാവും. ഗ്യാസ് തീർന്നു ഹോസ്പിറ്റലിൽ വന്നതാണോ? ഞാൻ ഇന്ന് വന്നതാ, ചിത്രായി ഹോസ്പിറ്റലിൽ വന്നേ. പുറത്ത് ഹോട്ടലുകൾ അടയ്ക്കുന്നുള്ളൊരു പേടിയുണ്ടല്ലേ? ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ മറ്റേ വേറെ ഒന്നുമില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. ഞാൻ പൂരി വാങ്ങിച്ചു കഴിച്ചു. വിഭവങ്ങളൊക്കെ കുറച്ചിട്ടുണ്ടല്ലേ? ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച്. നമുക്ക് ആവശ്യം ഇതല്ല, നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാം നടക്കണമെന്നുള്ളത്. ആശുപത്രികളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്യാൻറ്റീനുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെ ഒരു ക്രമീകരണം വേണമെന്നത് വളരെ അത്യാവശ്യമായി തന്നെ, അല്ലെങ്കിൽ വളരെ അടിയന്തര ആവശ്യമായി തന്നെ ജനങ്ങളും ഇതിൻ്റെ നടത്തിപ്പുകാരും ഉന്നയിക്കുകയാണ്. ക്യാമറ MS സുദിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.